ഹായ് ഗൈസ്, ലൈറ്റ് റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സീരീസിൻ്റെ പേരാണ് ടീ കപ്പ്. ഈ ടീ കപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള, അതായത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സൈഫൈ ഹൊറർ മോഡിലുള്ള ഒരു സീരീസാണ്. റോബർട്ട് ആർ മെക്കാൻസിൻ്റെ സ്റ്റിങ്ങർ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കഥ നടക്കുന്നത് ഒരു കാടിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മൃഗങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ആർലോ എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ കാണാതാകുന്നത്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഒരു മാസ്ക് ഒക്കെ ധരിച്ച ഒരു മനുഷ്യൻ അവിടെ നാട്ടിലേക്ക് വന്ന് ആ നാട്ടിന് ചുറ്റും ഒരു നീല നിറത്തിലുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ടെന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ജീവനുള്ള ഒരു വസ്തുവിനും ആ വര കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ട് ആ വര കടക്കാൻ സാധിക്കുന്നില്ല, ഇതിന് പിന്നിലുള്ള മിസ്റ്ററി അറിയണമെന്ന് തോന്നും. ഇത് തന്നെയാണ് ആദ്യമൊക്കെ ഈ സീരീസ് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇത്രയും മാത്രം മനസ്സിൽ വെച്ച് ഈ സീരീസ് കണ്ടു നോക്കുക. ഇതിന് ശേഷമുള്ള എപ്പിസോഡുകളിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇതിനുള്ള രഹസ്യം എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ആ സർക്കിളിനുള്ളിൽ ജീവിക്കുന്ന ആർക്കും തമ്മിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരാൾക്കും ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി തുടരുന്നു. ഇത്രയുമാണ് ഈ സീരീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ. ഈ കഥ നടക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസിന് ഒരു ഹൊറർ മൂഡ് തരാൻ ആ ലൊക്കേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സീരീസിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ അവരുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് ആർലോ എന്ന ക്യാരക്ടർ ചെയ്ത ആ കുട്ടി. വളരെ കിടിലനായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സീരീസ് തുടക്കത്തിലൊക്കെ ഒരു ഹൊറർ മൂഡിൽ പോകുന്ന ഒരു സീരീസ് ആണെങ്കിലും 4-5 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ മൂഡ് തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഒരു സൈഫൈ മൂഡിലേക്ക് ഇത് ചേഞ്ച് ആവുന്നുണ്ട് ഈ സീരീസ്. കൂടാതെ റോട്ടൺ ടൊമാറ്റോസിൽ 6.5 ആവറേജ് റേറ്റിംഗ് ആണ് ഈ സീരീസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ സീരീസിനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സീരീസ് ഒരിക്കൽ കണ്ടുവെക്കാൻ പറ്റുന്ന ഒരു വർത്ത് വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ സീസണിൽ 8 എപ്പിസോഡുകളാണ് ഉള്ളത്. എല്ലാം 30 to 40 മിനിറ്റ് ലെങ്ത് വരുന്ന എപ്പിസോഡ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഞ്ച് വാച്ച് ചെയ്തിട്ട് ഈ സീരീസ് കണ്ടു തീർക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.